അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ 16-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തുഹരിക് താങ്കൾ ചലിപ്പിക്കേണ്ടതില്ല, ബിഹി ഇതുകൊണ്ട്, ലിസാനക താങ്കളുടെ നാവ്, ലിതഅ്ജലബി ധൃതിപ്പെട്ട അവസ്ഥയിൽ, താങ്കളുടെ നാവ് ധൃതിപ്പെട്ടുകൊണ്ട് ചലിപ്പിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ വഹിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച് കിട്ടിയ സന്ദർഭത്തിൽ വളരെ വേഗത്തിൽ അത് ഹൃദിസ്ഥമാക്കാൻ പ്രവാചകൻ ധൃതി കാണിച്ചിരുന്നു, അങ്ങേയറ്റം വേഗത കാണിച്ചിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഈ സൂക്തം പറയുന്നത്. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅ്ജല ബി, ധൃതി കാണിച്ചുകൊണ്ട് താങ്കളുടെ നാവിനെ താങ്കൾ ചലിപ്പിക്കേണ്ടതില്ല എന്ന്. വിശന്നു പറഞ്ഞ കുഞ്ഞിന് മാതാവ് പാല് കൊടുക്കുമ്പോൾ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്നതിനേക്കാൾ ആവേശത്തോടെ, മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അലഞ്ഞു നടന്ന് വിഷമിച്ച വ്യക്തിക്ക് വെള്ളം ലഭിക്കുമ്പോൾ വളരെ ആർത്തിയോടെ വേഗം കുടിച്ചു തീർക്കുന്നതിനേക്കാൾ ആവേശത്തിൽ, തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഒരു വിവരവും ലഭിക്കാതിരിക്കെ നീണ്ട വേർപാടിൻ്റെ കാലത്തിന് ശേഷം ഒരു വിവരം ലഭിക്കുമ്പോൾ അതിവേഗത്തിൽ ആ കത്ത് വായിച്ചു തീർക്കുന്ന പ്രിയതമയുടെ ആവേശത്തേക്കാൾ കൂടിയ ആവേശത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ കേൾക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. ഖുർആൻ കാണാതെ പഠിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. മറന്നു പോകുമോ എന്ന് അദ്ദേഹം ആശങ്കിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയൊന്നും വേണ്ടതില്ല, താങ്കൾ ഇങ്ങനെ ധൃതിപ്പെടേണ്ടതില്ല ഖുർആന്റെ വിഷയത്തിൽ എന്ന് അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലക്കുകയാണ് ഈ സൂക്തത്തിലൂടെ. ഈ സൂക്തത്തിൽ നാം പഠിക്കേണ്ട അതിപ്രധാനപ്പെട്ട പാഠം, അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആനെ എത്ര താല്പര്യപൂർവ്വമാണ് പഠിച്ചിരുന്നത്, ഹൃദിസ്ഥമാക്കിയിരുന്നത് എന്നതാണ്. നമുക്ക് വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ ഏതളവിൽ താല്പര്യമുണ്ട്, ഏതളവിൽ നാം അതിനെ പരിഗണിക്കുന്നു എന്നത് സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ പ്രതികൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഖുർആനെ പരിഗണിച്ചേ പറ്റൂ, അതിൻ്റെ മുന്നിൽ സമയം ചെലവഴിച്ചേ പറ്റൂ. പലപ്പോഴും മറ്റു പലതിനും വേണ്ടി നീണ്ട സമയം ചെലവഴിക്കുമ്പോൾ ഒരു സ്ഥിര സ്വഭാവത്തോടു കൂടി വിശുദ്ധ ഖുർആന്റെ മുന്നിൽ ഇരിക്കുന്നത് പോലും പലരിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. എന്നെ അവഗണിച്ചു റബ്ബേ ഇവർ എന്ന് ഖുർആൻ പരാതി പറയുന്നത് നമ്മളെക്കുറിച്ച് ആവാതിരിക്കട്ടെ. അതിനു വേണ്ടി ഖുർആനെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനും വേണ്ടി നന്നായി പരിഗണിക്കുക. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅ്ജല ബിഹി, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅ്ജല ബിഹി. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.